Welcome to Meera's English Hub. Meera's English Hub'ന്റെ HSA ഇംഗ്ലീഷ് ഹൈബ്രിഡ് ബാച്ച് 4 ഹോം മേക്കേഴ്സ് കമ്പാനിയൻ ബാച്ചിൻ്റെ അനൗൺസ്മെൻറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഈ ഹോം മേക്കേഴ്സ് കമ്പാനിയൻ ബാച്ചിൻ്റെ ഐഡിയ എന്നിലോട്ട് കൊണ്ടുവന്നത് നമ്മളുടെ സ്റ്റുഡൻസ് തന്നെയാണ്. ഒരുപാട് സ്റ്റുഡൻസ് എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു, മിസ്സേ ഹൗസ് വൈഫ്സിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് തരുമോ, ഞങ്ങൾക്കിതൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഹൗസ് വൈഫ്സിന് പറ്റിയൊരു സ്റ്റഡി പ്ലാനുമായിട്ട് നമ്മൾ ഹോം മേക്കേഴ്സ് കമ്പാനിയൻ ബാച്ച് ലോഞ്ച് ചെയ്യുന്നത്. ഹോം മേക്കേഴ്സ് കമ്പാനിയൻ ബാച്ചിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് എന്നറിയാനായിട്ട് നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളൊരു സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. ഹൗസ് വൈഫ്സിന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും കൂടുതൽ സ്ട്രെസ് ഇല്ലാതെയും ആ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ സ്ട്രെസ് ഫ്രീ ലേണിംഗ് ആണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. കൂടാതെ നമ്മൾ ഒരു പ്രത്യേക ടീച്ചിങ് മെത്തേഡ് കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. അതൊരു സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. പിന്നെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഞാൻ ഇന്ന് ഇത് പഠിച്ചു തീർത്തു, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ഈ ആക്ടിവിറ്റീസിലൂടെ ചെയ്യുന്നതായിരിക്കും. കൂടാതെ പിയർ സപ്പോർട്ടും നമ്മളുടെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു രീതിയും ഇതിലുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ പഠനത്തെ വിലയിരുത്തി മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇതാണ് നമ്മളുടെ ഹോം മേക്കേഴ്സ് കമ്പാനിയൻ ബാച്ചിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ MCQസിൻ്റെ കാര്യങ്ങളൊന്നും പറയേണ്ടതില്ലല്ലോ. അതായത് സർഫേസ് ലെവൽ മുതൽ റാങ്ക് മേക്കിംഗ് വരെയുള്ള പോയിന്റ്സ് ആണ് നമ്മളിവിടെ കവർ ചെയ്ത് പോകുന്നത്. ഈ ഒരു കോഴ്സ് അവസാനിക്കുമ്പോൾ 15,000 MCQs ആണ്. 15,000 MCQs നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ HSA ഇംഗ്ലീഷ് എക്സാമിന് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾക്കൊരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയാനായിട്ട് മറ്റൊന്നുമില്ല. കാരണം HSA ഇംഗ്ലീഷിൻ്റെ എക്സാം കലണ്ടർ വരെ നമ്മളുടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അല്ലേ? ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിൽ എക്സാം നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ കൂടിക്കൂടിയല്ല വരുന്നത്, ഇനി കുറഞ്ഞാണ് ദിവസങ്ങൾ വരുന്നത്. ഒരു 180 ഡേയ്സിൻ്റെയൊക്കെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത വർഷം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യൂ, മുന്നേറൂ, എന്നിട്ട് ഉയർന്ന റാങ്കുകൾ നേടി മുന്നോട്ട് വരും. താങ്ക് യു.